തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തിനിറച്ച് ഗവൺറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു ഗവൺമെന്റിന്റെ പരാജയം വരികളിടയിലൂടെ മുഴച്ചു നിൽക്കുകയാണ്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നയപ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്ന് 53,000 കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇപ്പൊ വേറെ അക്കൗണ്ടാണ് പറയുന്നത്. നേരത്തെ 53,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നതല്ല. ആ കണക്കിലല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ഈ പ്രസംഗത്തിൽ പറയുന്നു. അത് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിലും ഇവിടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ മന്ത്രി സജി ചെറിയാൻ ഏറ്റവും വലിയ ഒരു വർഗീയവാദം ഉയർത്തി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം എന്ന പച്ചക്കള്ളം വീണ്ടും കൊട്ടിഘോഷിക്കുന്നത് കേരളത്തിലെ പാവങ്ങളോടുള്ള അനീതിയാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം വീടും ഭക്ഷണവും ഇല്ലാത്ത നിരവധി ആളുകളുടെ കഥനകഥകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. 6 ലക്ഷത്തോളം കുടുംബങ്ങൾ, 5,95,000 കുടുംബങ്ങൾ തന്നെ അതീവ ദരിദ്രരുടെ പട്ടികയിൽ കേരളത്തിലുള്ളപ്പോഴാണ് ഈ വളരെ കുറച്ച് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പേര് പറയുന്നത്. ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ അതുതന്നെയാണ്. 2026 മാത്രം 1,20,000 പേരാണ് പനി ബാധിച്ച് ചികിത്സ നേടിയത്. അമീബിക് മസ്തിഷ്ക